ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ക്ലാസ് വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ ക്ലാസ്സാണ്. വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ നാളെ തൊട്ടാണ് എല്ലാവർക്കും എല്ലാ ജില്ലകളിലും 21-ാം തീയതി തുടങ്ങിയാണ് വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ പരീക്ഷ തുടങ്ങുന്നത്. എല്ലാവരും പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കുകയാണ് അല്ലേ? എല്ലാവരും അത് തയ്യാറെടുത്തിരിക്കുകയാണെന്നറിയാം. എന്നാലും എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ആക്യുറസി വരിക എന്നുള്ളത് പ്രാക്ടിക്കലൂടെയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. കുറേ ക്ലാസ്സുകൾ വേർഡ് പ്രോസസ്സിൻ്റെ ക്ലാസ് ഞാൻ ഇട്ടിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നത് നാളെ നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടിട്ട് വേണം നാളെ നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. നല്ല ആക്യുറസിയോട് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എപ്പോഴും നമുക്ക് തെറ്റുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ആക്യുറസി കുറയുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ലോവറിൻ്റെ ഇംഗ്ലീഷ് സെക്കൻഡ് പേപ്പറും ഫസ്റ്റ് സ്പീഡിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ സെക്കൻഡ് പേപ്പറും ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പീഡിൽ നമുക്ക് വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ പരീക്ഷ നാളേക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ടൈപ്പ് ചെയ്ത് നോക്കുക. എല്ലാവരോടും പറയുകയാണ്, എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് കോമ കഴിഞ്ഞിട്ട് സെമിക്കോളൻ കഴിഞ്ഞ് ഒരു സ്പേസാണ് നമുക്ക് വേണ്ടത്. 2 സ്പേസ് ഒന്നും ഇടേണ്ട കാര്യമില്ല. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, 1 സ്പേസ് ആണോ 2 സ്പേസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരേ സ്പേസ് ആണ് നമുക്ക് വേണ്ടത്. 1 സ്പേസ് ഉള്ളൂ. ടൈപ്പ് റൈറ്റിങ്ങിലാണ് 2 സ്പേസ് നമ്മൾ അടിക്കേണ്ടത്. ഓക്കെ, വരുന്നത് സെക്കൻഡ് പേപ്പറിലുള്ള കാര്യമാണ്. സെക്കൻഡ് പേപ്പറിൽ കുറേ കുട്ടികൾ ഡൗട്ട്സുകൾ ചോദിച്ചിട്ടുണ്ട്. പേപ്പേഴ്സിൽ പേജ് ബോർഡർ ഇടണോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇടണോ ഫസ്റ്റ് ഇടണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഇടാൻ പറ്റും. പേജ് ബോർഡർ ഇടുന്നതിന് മുൻപ് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് സെക്കൻഡ് പേപ്പർ ചെയ്യുന്ന കാര്യമുണ്ട്. 20 മിനിറ്റിൻ്റെ സെക്കൻഡ് പേപ്പർ ചെയ്യുന്ന കാര്യം. ഫസ്റ്റ് പേപ്പർ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. പിന്നെ കൊട്ടേഷൻ, കോമ, അതുപോലെ തന്നെ സിംഗിൾ കൊട്ടേഷൻ, ഡബിൾ കൊട്ടേഷൻ, സെമിക്കോളൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും ഇടാതിരിക്കരുത്. വെറുതെ ടൈപ്പ് ചെയ്ത് പോകരുത്. കൊട്ടേഷൻ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സിംഗിൾ കൊട്ടേഷനോ ഡബിൾ കൊട്ടേഷനോ ഒക്കെ വരുമ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ സ്ലോവിലായിട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് ചെയ്യുമ്പോൾ സ്ലോവിലായിട്ട് ചെയ്താൽ മതി. സെക്കൻഡ് ലൈൻ വരുമ്പോൾ കുറച്ചും കൂടി സ്പീഡാക്കുക. അങ്ങനെ ചെയ്യുക. എല്ലാം എന്നുണ്ടെങ്കിൽ മൊത്തം തെറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല സ്പീഡായിട്ട് ചെയ്യാതിരിക്കുക. വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ മൂവ് ചെയ്യാനായിട്ട്. ഒരു പാരഗ്രാഫ് ചെയ്യുമ്പോൾ 2 വരിയോ 3 വരിയോ ഒന്നും വിടാൻ പാടില്ല. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് വിടാവുന്നതാണ്. വിടാൻ പറയുന്നതല്ല, 2 വരിയെങ്കിലും നമുക്ക് വിട്ടാൽ അത് ഫെയിൽഡ് ആകുന്നില്ല. ഇനി സെക്കൻഡ് പേപ്പർ എന്ന് പറയുമ്പോൾ 20 മിനിറ്റിൻ്റെ ആണ്. വളരെ സ്പീഡായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ സെറ്റ് ചെയ്ത് പോവുക. ഞാൻ പ്രാക്ടിക്കലൂടെ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് വേണം. ഇന്നത്തെ പ്രാക്ടീസ് നിങ്ങൾ നന്നായിട്ട് നോക്കുക കേട്ടോ. ഞാൻ ചെയ്ത വർക്കുകൾ നന്നായിട്ട് നോക്കുക. എങ്ങനെയൊക്കെയാണ് തെറ്റ് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ്. ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളെല്ലാവരും കാണേണ്ടതുണ്ട്. ഓക്കെ, പിന്നൊരു കാര്യം പറയാനുള്ളത് ക്ലിപ്പാർട്ട് കൂടുതലും ഹയറിനാണ് ചോദിക്കുക. ഹയറിൻ്റെ ഞാൻ അടുത്ത് തന്നെ ഇടുന്നുണ്ട്, നാളെ ഇടുന്നതാണ്. ഒരു പേപ്പർ ഇടേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇതായിട്ട് ചെയ്യുന്നത്. കുറച്ച് പേരാണ് ഹയറിന് എഴുതുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ച് പേരാണ് എൻ്റെ അറിവിൽ. കുറേ കുട്ടികളൊന്നും ഹയറിൻ്റെ ഡൗട്ട്സുകൾ ചോദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ചായിട്ട് ഇടുന്നത് ഹയറിൻ്റെ. സെക്കൻഡ് പേപ്പറിൽ മാർക്ക് കിട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബോർഡർ എന്തായാലും വേണം. ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്. ഓക്കെ, അതിൽ ബോർഡർ അല്ല പേജ് ബോർഡറാണ് എടുക്കേണ്ടത് എന്നുള്ളത്. ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ടേബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വിട്ടും ഹൈറ്റൊക്കെ കുറച്ച് നല്ല വൃത്തിയായിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ പാരഗ്രാഫ് സിമ്പലുകളാണ് ഇടാനുള്ളത്. സിമ്പൽ ഏതുമായിക്കോട്ടെ ചെക്ക് ചെയ്തിരിക്കരുത്. 20 മിനിറ്റ് വേഗം പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് സിമ്പൽ ആയാലും നിങ്ങൾ ഇട്ടിട്ട് അത് സെൻറ്റർ ആക്കി എടുക്കുക. ബാക്കിയുള്ളതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പോലെ തന്നെ നിങ്ങൾ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ഒരു കുട്ടി ചെയ്തതാണ്, സിമ്പൽ നോക്കി സമയം കഴിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾ നാളെ പരീക്ഷയ്ക്ക് പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെയാണോ എന്തൊക്കെയാണ് തെറ്റുപറ്റിയത്, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വേർഡ് പ്രോസസ്സിൻ്റെ ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും. ഫസ്റ്റ് പേപ്പർ 100, സെക്കൻഡ് പേപ്പറും 100. അതിൽ 40 വേണം, 40 എബോ വാങ്ങിക്കണം. 40 അല്ല ഞാൻ വാങ്ങിക്കാൻ പറയുന്നത്, 70 അല്ലേ, 75 അങ്ങനെയുള്ള റേഞ്ചിൽ തന്നെ പോരണം. 40 മാത്രം വാങ്ങിയാൽ പോരാ, അതിനേക്കാൾ എബോവ് വാങ്ങണം.
ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നാളെയാണ് നമ്മുടെ എക്സാം തുടങ്ങുന്നത് അല്ലേ, 21-ാം തീയതി. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ക്ലാസ്സാണ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ആക്യുറസി നേടാൻ പറ്റുക, അങ്ങനെയുള്ള ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേർഡ് എടുക്കുക അല്ലേ. വേർഡ് എടുത്തതിന് ശേഷം എന്തൊക്കെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് പ്രാക്ടിക്കലൂടെ എടുക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് 10 മിനിറ്റ് സ്പീഡ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിലായിരിക്കും. ഞാനിപ്പോൾ വേർഡിൽ തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയറിൽ ചെയ്യുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, അവിടെ നമ്മൾ ലാബിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കീബോർഡ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒന്നാമത്തെ കാര്യം അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. തിയറി ക്ലാസ് ആയിട്ട്, ഇൻട്രൊഡക്ഷൻ തന്നെയായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരുന്നത് നല്ലപോലെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക. കുറച്ചുകൂടി ഞാൻ സൂം ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഇന്ന് തന്നെ നിങ്ങൾ കണ്ടുപോകണം. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ചിലപ്പോൾ പാരഗ്രാഫ് ഉണ്ടാവില്ലേ, നമുക്ക് പാരഗ്രാഫ് തിരിക്കാനുണ്ടാവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ 1 2 3 4 5 അതെന്താണ്, സ്പേസ് ആണ്. അപ്പോൾ സ്പേസ് ബാർ പാരഗ്രാഫ് തിരിക്കുന്നതാണ് കേട്ടോ. ഫസ്റ്റ് തന്നെയാണ് തെറ്റുകൾ എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് നിങ്ങൾക്ക് ആക്യുറസി കൂട്ടുക, ആ ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പീഡിൻ്റെ കാര്യമാണ് ഇന്നത്തെ. സ്പീഡിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നതും സെക്കൻഡ് പേപ്പറൊക്കെ വരുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ബാക്കിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് സ്പീഡിനെ കുറിച്ചാണ്. എന്താണ് സ്പീഡ്? അപ്പോൾ എന്ത് വേണം, ഫസ്റ്റ് തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് കൊട്ടേഷനാണ് വരുന്നത്. എന്താണ്, ഡബിൾ കൊട്ടേഷൻ അല്ലേ. ഈ ഡബിൾ കൊട്ടേഷൻ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ആക്യുറസി കിട്ടില്ല. ഓക്കെ, ആക്യുറസി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡബിൾ കൊട്ടേഷൻ മറക്കരുത് ഇടാനായിട്ട്. എന്നിട്ട് എം ക്യാപിറ്റലാണ് അല്ലേ. ഇത് സ്പീഡിൻ്റെ കാര്യമാണ് പറയുന്നത്. സ്പീഡ് വെറുതെ അടിച്ചു പോയിട്ട് കാര്യമില്ല. തെറ്റുകൾ വരുന്നത് അല്ലെങ്കിൽ ആക്യുറസി എങ്ങനെ നമുക്ക് നേടാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ കൊട്ടേഷൻ ഇട്ടതിന് ശേഷം എം ക്യാപിറ്റലാണ്, വൈ സ്മോൾ ലെറ്റർ ആണ്. ഇപ്പോൾ നോക്കിയാൽ കൊട്ടേഷൻ ഇട്ടിട്ട് എം സ്മോൾ ലെറ്ററും ഇതുപോലെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആക്യുറസി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എം ക്യാപിറ്റലുള്ള സ്ഥലങ്ങളിലൊക്കെ ക്യാപിറ്റൽ ടൈപ്പ് ചെയ്യണം, സ്പേസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ അതുപോലെ തന്നെ കുറച്ച് സ്ലോവിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സെമിക്കോളം ഇട്ടിട്ടുണ്ട് അല്ലേ, സെമിക്കോളം ഉണ്ട്. അപ്പോൾ സെമിക്കോളം ഉണ്ട്, അതിൻ്റെ വേറൊരു സെമിക്കോളം ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് സെമിക്കോളം. ഓക്കെ, ഇതാണ് സെമിക്കോളം. അപ്പോൾ ചില കുട്ടികൾ സ്പേസ് അടിച്ചിട്ടായിരിക്കും ഇതുപോലെ സെമിക്കോളം ഇടുക. ഓക്കെ, സ്പേസ് അടിച്ചിട്ടല്ല വേണ്ടത്. ഫോമർ കഴിഞ്ഞതിന് ശേഷം സ്പേസ് ഒന്നും വേണ്ട, അല്ലാതെ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് സെമിക്കോളം ഇടുക. ഇപ്പോൾ ക്ലിയർ ആയോ? ഇതുപോലെ ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം സ്പേസ് ഇടണം. എല്ലാത്തിനും ഒരേ സ്പേസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകണു. ഞാൻ സ്പീഡിൽ ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചിരുന്നതാണ് കേട്ടോ. ദീസ് എന്ന് പറയുമ്പോൾ ഇത് ബാക്ക് സ്പേസ് അടിക്കാൻ പാടില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് എങ്ങനെയൊക്കെയാണെന്ന് കേട്ടോ. അപ്പോൾ കോമ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോമയുണ്ട് കേട്ടോ, ഇവിടെ ഒരു കോമയുണ്ട്. അത് കുറേ കുട്ടികൾ സ്പേസ് ഇട്ടതിന് ശേഷമാണ് കോമ കൊടുക്കുന്നത്. ഒരിക്കലും അത് ചെയ്യരുത്. ഏതാണ് കറക്റ്റ്? ഇതാണ് കറക്റ്റ് കേട്ടോ. ദീസ് കഴിഞ്ഞതിന് ശേഷം കോമ ഇടുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് വേണ്ടത്, സ്പേസ് കൊടുക്കുക. ആൻഡ് സം കേട്ടോ, ഇതുപോലെ ചെയ്യുക. സ്പേസ്, ഇവിടെ സ്പേസ് അല്ല, ഒരു കോമയും കൂടി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു കോമ ഇടുക. നെക്സ്റ്റ് സ്പേസ് ഇടിക്കുക. ഇതുപോലെ ചെയ്യണം കേട്ടോ. കാരണം ഇത് കുറേ കുട്ടികൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു വൃത്തിയില്ലാതെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്യുറസി ആയിട്ട് കിട്ടാത്തത്. പെൻ കോമ ആൻഡ് എ ബോട്ടിൽ. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ബാക്ക് സ്പേസ് അടിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബാക്ക് സ്പേസ് പരമാവധി ഒഴിവാക്കുക. ഇനി എഫ് ക്യാപിറ്റലാണ് അല്ലേ, ഫ്രഞ്ച് എന്നാണ്. എഫ് ക്യാപിറ്റലാണ്. അപ്പോൾ എഫ് ക്യാപിറ്റലിന് പകരം സ്മോൾ ലെറ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേർഡ് തെറ്റെന്ന് പറയില്ല, ആക്യുറസി കുറയുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം, സ്ഥലത്തിൻ്റെ പേരൊക്കെ വരുമ്പോൾ എഫ് ക്യാപിറ്റൽ അല്ലേ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇതുപോലെ ടൈപ്പ് ചെയ്യുക. കോമ ഇടണം കേട്ടോ, കേട്ടോ. കോമ സ്പേസ് കഴിഞ്ഞിട്ടല്ല കോമ. എന്താണ്, ഒരു വേർഡ് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഡോട്ട് ആണെങ്കിൽ ഡോട്ട് ഇടുക, സെമിക്കോൺ ആണെങ്കിൽ സെമിക്കോൺ ഇടുക. സ്പേസ് കഴിഞ്ഞതിന് ശേഷമല്ല ഇടേണ്ടത്, ആ വേർഡ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, കോമ ഇട്ടതിന് ശേഷം സ്പേസ് അടിക്കുക. അപ്പോൾ ക്ലിയർ ആയല്ലോ? അത് നിങ്ങൾക്ക് തെറ്റ് വരാം.
നെക്സ്റ്റ് എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇങ്ങനെ ഇതുപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇത് കൊടുക്കുക. ഒരു വരി വിട്ടു എന്ന് വിചാരിക്കും. ഇതുപോലെ ഒരു വരി വിട്ടതിന് ശേഷം വേറെയാണ് തുടങ്ങുന്നത്. നോക്കൂട്ടാ, ബീൻ കണ്ടോ, ഡിസ്പാച്ച്ഡ്. ഇതുപോലെ നമ്മൾ അടിച്ചു എന്ന് വിചാരിക്കും. ഒരിക്കലും നമ്മൾ ഓരോ പാരഗ്രാഫിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? ഇടയിൽ നിന്ന് വിടാൻ പാടില്ല. അത് വളരെയധികം തെറ്റായിരിക്കും കാണിക്കുന്നത്. ഒരു വരി കംപ്ലീറ്റ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം അല്ലേ, നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാം. എന്താണ്, ഒരു പാരഗ്രാഫിൽ നിന്ന് ഒരു ലൈൻ വിട്ടോ 2 ലൈൻ വിട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി ആക്യുറസി കുറയും അല്ലേ. അപ്പോൾ വളരെയധികം കുറയും ആക്യുറസി. അപ്പോൾ കൂടുതൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇടയിൽ നിന്നും ഒരു ലൈനോ ഒന്നും വിടാൻ പാടില്ല. 1 ലൈനോ 2 ലൈനോ ഒന്നും വിടാൻ പാടില്ല. കറക്റ്റായിട്ട് നിങ്ങൾ ആ വരി തന്നെ നോക്കി ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞു തന്നത് നാളെ നിങ്ങൾക്ക് അത് വരാം, ഇതുപോലെയൊക്കെ വരാം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ. ഇതുപോലെ ഒന്ന് കുറച്ച് സ്ലോവിൽ തന്നെ ചെയ്തിട്ട് ഫസ്റ്റ് ലൈൻ സ്ലോവിൽ ചെയ്യാം, രണ്ടാമത്തെ ലൈൻ വരുമ്പോൾ കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യാം. അങ്ങനെ ടൈപ്പ് ചെയ്ത് പോരുക. ഞാനിത് വെറുതെ ടൈപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തെറ്റ് വരുന്നതാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നോക്കൂ, ഇവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടു അല്ലേ. ഇവിടെ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഒരു പാരഗ്രാഫ് കഴിഞ്ഞു. 3 പാരഗ്രാഫ് ഉണ്ടെങ്കിൽ അല്ലേ, ഇനി എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് 5 സ്പേസ് ഇടുക. ഓക്കെ, 5 സ്പേസ് ഇട്ടതിന് ശേഷം ഫസ്റ്റ് കൊട്ടേഷൻ സിംഗിൾ ആണ്, അത് ഇട്ടിരിക്കണം. അല്ലെങ്കിൽ കൊട്ടേഷൻ ഡബിൾ കൊട്ടേഷൻ ആണെന്ന് വിചാരിക്കുക. അത് നിങ്ങൾ ചെയ്യണം. ഇതുപോലത്തെ കുറേ വരാറുണ്ട് കേട്ടോ. ഇതുപോലെ കൊട്ടേഷനും സെമിക്കോളം, ഡോട്ട്, കോമ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് വരാറുണ്ട് വേർഡ് പ്രോസസ്സിങ്ങിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയുകയാണ്, ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഡു കഴിഞ്ഞിട്ടൊരു കോമ, പിന്നെ കൊട്ടേഷൻ കണ്ടോ. അത് സ്പേസ് കഴിഞ്ഞിട്ടല്ല കേട്ടോ, എല്ലാതും സ്പേസ് ഇല്ലാതെ തന്നെ അടിച്ചതിന് ശേഷം സ്പേസ് ഇടുക. ഇപ്പോൾ മനസ്സിലായല്ലോ. സേർഡ്, ഇത് ഞാൻ ഇന്ന് പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങളത് തെറ്റിക്കും. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് സ്പേസ് അടിച്ചു, ഒരു കൊട്ടേഷൻ വന്നു, വൈ ക്യാപിറ്റലാണ് കേട്ടോ, സ്മോൾ ലെറ്റർ ഇടത്, വൈ ക്യാപിറ്റൽ. ഇതുപോലെ തന്നെ നിങ്ങളുടെ സ്പീഡ് പേപ്പറിൽ എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കുക. ഒരു പേടിയും പേടിക്കേണ്ട. ഫസ്റ്റത്തെ ലൈൻ സമാധാനമായിട്ട് ചെയ്യുക, രണ്ടാമത്തെ ലൈൻ ഇത്തിരി കൂട്ടി കൊണ്ടുവരിക. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. 3ാമത്തെ പാരഗ്രാഫാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ 2 വരി വിട്ടാലും നല്ല ആക്യുറസി ഉണ്ടെങ്കിൽ പാസ്സാവുന്നതായിരിക്കും. ഇടയിൽ നിന്ന് 1 വരിയോ 2 വരിയോ ഒന്നും വിടാൻ പാടില്ല, ആക്യുറസി കുറയുന്നതായിരിക്കും. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്താ വേണ്ടത്? സെക്കൻഡ് പേപ്പറിലേക്ക് പോകാം. എന്താണ് സെക്കൻഡ് പേപ്പർ? ഇത് 10 മിനിറ്റിൻ്റെ സ്പീഡാണ് കേട്ടോ. പേടിക്കാതെ തന്നെ നിങ്ങൾ ചെയ്യുക. 100 മാർക്കിൻ്റെയാണ്. അപ്പോൾ 40 മാർക്ക് നമുക്ക് വേണം. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? സെക്കൻഡ് പേപ്പറിലേക്ക് പോകാം. ഓക്കെ, ഇനി സെക്കൻഡ് പേപ്പർ എടുക്കുന്നതാണ്. വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ എന്താണ്? ഇംഗ്ലീഷിൻ്റെ ലോവർ സെക്കൻഡ് പേപ്പറാണ്. സെക്കൻഡ് പേപ്പർ എങ്ങനെയാണെന്ന് നോക്കാം. മലയാളമൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് എന്ത് ചെയ്യണം? പഠിക്കണം. ഇന്ന് തന്നെ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ ക്ലിയർ ആയിട്ട് പഠിക്കുക. അടുത്തതായിട്ട് സെക്കൻഡ് പേപ്പറാണ്. സെക്കൻഡ് പേപ്പറിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബോർഡേഴ്സ് എടുക്കുക. ബോർഡേഴ്സ് ഏതിലാണ്? ഹോമിലാണ്. 2007 കൂടുതലും വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബോർഡേഴ്സ് അല്ലേ, ഹോമിലാണ് ബോർഡേഴ്സ് ഉള്ളത്. ഹോം കണ്ടോ, ഈ ഹോമിൽ ബോർഡേഴ്സിൻ്റെ ഇവിടെ ഈ അറ്റത്താണ് ബോർഡേഴ്സ്. ഏറ്റവും അടിയിൽ കാണുന്ന ബോർഡേഴ്സ് ടൈപ്പ് ചെയ്യുക. ഏറ്റവും അടിയിൽ കാണുന്ന ബോർഡേഴ്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് കൊടുക്കുക? അപ്പോൾ ഒരു ബോക്സ് വന്നു. അതിനുശേഷം ബോർഡേഴ്സ് അല്ലാട്ടോ കൊടുക്കുക, പേജ് ബോർഡറാണ് കൊടുക്കേണ്ടത്. എല്ലാവർക്കും തെറ്റുന്നതാണ്. എന്താണ്? ബോർഡേഴ്സ് അല്ല കൊടുക്കേണ്ടത്, പേജ് ബോർഡറാണ് കൊടുക്കേണ്ടത്. പേജ് ബോർഡർ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? ബോക്സിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ബോക്സ് വന്നു അല്ലേ. അതിനുശേഷം ഈ ബോക്സിൽ എന്താണ് സ്റ്റൈൽ, ഏത് സ്റ്റൈലാണ് ബോർഡറിന് നോക്കുക. ഏത് സ്റ്റൈലായിക്കോട്ടെ, അതേ മോഡൽ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇത്രയും മനസ്സിലായല്ലോ. ഇപ്പോൾ ഇത് ബോർഡറായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ ബോർഡർ ഫസ്റ്റ് ഇടാൻ പറയുന്നത്? ബോർഡർ ഇട്ട് കഴിഞ്ഞാൽ നല്ല മാർക്കുണ്ട് അല്ലേ. ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡറാണ് അതിൻ്റെ മെയിൻ കാര്യം. വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബോർഡർ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഫെയിൽഡ് ആകുന്നില്ല, മാർക്ക് കുറച്ച് കുറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ബോർഡർ എടുത്തിടുക. ബോർഡർ ഓക്കെ അല്ലേ? ബോർഡർ പേജ് ബോർഡറാണ് കേട്ടോ.
അപ്പോൾ എന്താണ്, ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് എടുക്കുക, പേജ് ബോർഡർ ക്ലിക്ക് ചെയ്യുക, നൺ കൊടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പോകും. ഇനി എന്ത് ചെയ്യണം, ഇതേപോലെ കേട്ടോ, ഉണ്ടോ, ഇതേപോലെ എടുക്കുക, പേജ് ബോർഡർ എടുക്കുക, ബോക്സ് എടുക്കുക, സ്റ്റൈൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇങ്ങനെയാണ് ബോർഡേഴ്സ് എടുക്കുന്നത്. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്താണ് വേർഡിൽ സെക്കൻഡ് പേപ്പർ വേർഡിലാണല്ലോ അല്ലേ ചെയ്യുന്നത്. അത് സെക്കൻഡ് പേപ്പർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് തന്നെ ഹോം, ഇൻസെർട്ട് പേജിലോട്ടായിരിക്കും അല്ലേ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഇത് വേറൊരു PDF കൂടി ഉണ്ട്, അത് കയറി വന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഹോം, ഇൻസെർട്ട് പേജിലോട്ടൊക്കെ ആയിരിക്കും 2007 ഉൾപ്പെടുന്നത്. അപ്പോൾ ഹോമിൽ തന്നെ എന്ത് വേണം, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പേജ് ലേഔട്ട് എടുക്കുക. എന്താണ്, പേജ് ലേഔട്ട് എടുക്കുക. ഫസ്റ്റ് നിങ്ങൾ ഹാളിൽ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ എടുത്തോളൂ, അതിനൊന്നും പ്രശ്നമില്ല. പേജ് ലേഔട്ട് എടുക്കുക, വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. പേജ് ലേഔട്ട് എടുത്തിട്ട് സൈസ് എടുക്കുക, നിർബന്ധമാണ് ഇങ്ങനെ ചെയ്യുന്നത്. സൈസ് എടുക്കുക, A4 ക്ലിക്ക് ചെയ്യുക. എന്താണ് അങ്ങനെ പറയുന്നത്, A4ലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. A4 ഷീറ്റ് കണ്ടിട്ടില്ലേ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ലീഗൽ ഉണ്ടാവും. ലീഗൽ കുറച്ചും കൂടി ഹൈറ്റ് കൂടുന്നതായിരിക്കും. പിന്നെ ഉള്ളതൊക്കെ എന്താണ് A3 പേപ്പർ, അത് പിന്നെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ A4 സെലക്ട് ചെയ്യുക. A4 ഇതിൽ നിന്നാണ് കിട്ടുന്നത്. പേജ് ലേഔട്ട് എടുത്തിട്ട് എന്ത് കൊടുക്കണം, സൈസ്, എന്താണ് സൈസിൽ A4 ക്ലിക്ക് ചെയ്യുക, നിർബന്ധമാണ്. അതിന് ശേഷമേ നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. വേറൊന്നല്ല, നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റർ സൈസിലായിരിക്കും പേപ്പർ എടുക്കുന്നത്. അതിലെല്ലാതും കൂടി ഉൾക്കൊള്ളാൻ പറ്റില്ല അല്ലേ. ചില എല്ലാ വർക്കും കൂടി ആ പേപ്പറിൽ എന്നിട്ട് പറയാം, എല്ലാ വർക്കും കൂടി ആ പേപ്പറിൽ കൊള്ളില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് മനസ്സിലാവാനുണ്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ എല്ലാതും ഒരുമിച്ച് ഒറ്റ പേപ്പറിലായിട്ട് വരണം. അതിനാണ് സൈസ് എടുത്തിട്ട് A4 ആക്കിയിടുന്നത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. A4 ആക്കിയതിന് ശേഷമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഹോം എടുക്കുക. ഹോം എടുത്തിട്ട് പേജ് ബോർഡർ ചെയ്യാൻ പാടുള്ളൂ. ക്ലിക്ക് ചെയ്തതിന് ശേഷം ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബോർഡേഴ്സ്, ഇവിടെ കണ്ടോ ഈ ബോർഡറിൻ്റെ ഈ സൈസ് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, പേജ് ബോർഡർ ക്ലിക്ക് ചെയ്യുക. ബോർഡർ അല്ല കേട്ടോ, പേജ് ബോർഡർ എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എറർ സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് പേജ് ബോർഡർ എടുക്കാൻ പറയുന്നത്. പേജ് ബോർഡറിൽ ബോക്സ് ക്ലിക്ക് ചെയ്യുക. ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രിവ്യൂ വരും. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുക, ഏതെങ്കിലും ഒരു സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും സ്റ്റൈലല്ല, പരീക്ഷ ഹാളിൽ പറയുന്ന പോലത്തെ സ്റ്റൈൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കുണ്ടാകും. അതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി ഈ പേജ് ബോർഡർ വന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം, ഈ ഓഫീസ് ബട്ടൺ അല്ലേ, ഇവിടെ ഒരു ഓഫീസ് ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, പ്രിന്റ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. പ്രിന്റിൻ്റെ നേരെ തന്നെ ഉണ്ടാവും പ്രിന്റ് പ്രിവ്യൂ. കണ്ടോ ഇതുപോലെ എന്താവും, ഇതേപോലെ കണ്ടോ, ഇതുപോലെ പേജ് ബോർഡർ വരുന്നതായിരിക്കും. കണ്ടോ, പേജ് ബോർഡർ ഇട്ടാൽ തന്നെ നമുക്ക് മാർക്ക് വീഴും അല്ലേ, നല്ല മാർക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പേജ് ബോർഡർ മറക്കരുത്. അത് കഴിഞ്ഞ ശേഷം ഇവിടെ ക്ലോസ് ചെയ്യാൻ പാടില്ല കേട്ടോ, മെയിൻ ക്ലോസ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഒരു ക്ലോസ് പ്രിന്റ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യണം. കണ്ടോ, ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്. ഞാനിത് തലേ ദിവസം പറഞ്ഞത് വേറൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ്, പേജ് ലേഔട്ട് എടുത്തതിന് ശേഷം സൈസിൽ A4 ക്ലിക്ക് ചെയ്യുക. അത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യണം. സെക്കൻഡ് പേപ്പർ ചെയ്യുമ്പോൾ, ഫസ്റ്റ് പേപ്പർ ചെയ്യുമ്പോഴല്ല, സെക്കൻഡ് പേപ്പർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദയവായി വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അല്ലാതെ വെറുതെ ഇങ്ങനെ കമൻറ്റ്, വെറുതെ അത് വേണം ഇതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അതെല്ലാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഡൗട്ട്സുകൾ ചോദിച്ചോളൂ. അപ്പോൾ A4 ഇട്ടു, എന്ത് കൊടുത്തു, നമുക്ക് ഇപ്പം തന്നെ നല്ല മാർക്ക് നമുക്ക് വീണ് കഴിഞ്ഞു. ഇനി അതിന് ശേഷം എന്ത് കൊടുക്കണം, ഇവിടെ ഒരു സെൻറ്ററിൽ അല്ലേ, എന്തായിക്കോട്ടെ സെൻറ്ററിലായിരിക്കും, 4 വരി സെൻറ്ററിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, Ctrl+E കൊടുക്കുക. എന്താണ് Ctrl+E എന്താണ്, നമുക്ക് ക്യാപിറ്റൽ ആയിരിക്കും അല്ലേ ടൈപ്പ് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. സമാധാനപരമായിട്ട് ചെയ്താൽ മതി, 20 മിനിറ്റ് ഉണ്ട്. ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം എൻ്റർ ചെയ്യുക. എന്താ ചെയ്യണത്, Ctrl+E എന്താണ്, സെൻറ്റർ, ഒക്കെ സെൻറ്ററാണ്. 4 സെൻറ്റൻസ് ആയിട്ട് അടിയിലേക്ക് അടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ബ്രാക്കറ്റൊക്കെ ഇടുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടണം. ബ്രാക്കറ്റ് നല്ല നിർബന്ധമാണ്. എല്ലാതും കുത്ത്, കോമ, ബ്രാക്കറ്റ് എല്ലാതും ഇട്ട് കൊടുക്കണം. ഫുൾ സ്റ്റോപ്പ്, ഓഫ്. കേരളയുടെ K ക്യാപിറ്റലാണ്, അതിനൊക്കെ മാർക്കുണ്ട്. അതാണ് ഈ മാർക്കുകൾ പോകുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കുക. ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ.
ഇത് ഞാൻ ജസ്റ്റ് ഒരു പരീക്ഷാ പേപ്പറിൻ്റെ ഹെഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ കുന്നംകുളം കഴിഞ്ഞിട്ട് P.PO കാലിക്കറ്റ് ഹൈഫൺ ഇടേണ്ട സ്ഥാനത്ത് ഹൈഫൺ ഇടണം. 673571 എൻ്റർ. നെക്സ്റ്റ് ഫോൺ നമ്പർ ഇടുക. ഫോൺ നമ്പർ മീൻസ് 40495 and 2809195. ക്ലിയർ? നെക്സ്റ്റ് എന്താ കൊടുക്കേണ്ടത്? നെക്സ്റ്റ് എൻ്റർ. ഇത് നോക്കിയേ, 4 സെൻറ്റൻസ് ആയിട്ട് സെൻറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ, ടൈറ്റിലായിട്ട് വന്നിരിക്കുന്നതാണ്. ഇത് മൊത്തമായിട്ട് സെലക്ട് ചെയ്യുക. കണ്ടോ, കുറച്ചും കൂടി നമുക്ക് ടൈറ്റ് ആക്കണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഹോം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം Ctrl 1 ആണെങ്കിൽ കണ്ടോ, Ctrl 1 സ്പേസ്, Ctrl 5 1.5 ലൈൻസ്, Ctrl 2 സ്പേസ്, അങ്ങനെയുണ്ട് കേട്ടോ. അത് ഷോർട്ട് കട്ടാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ Ctrl 1 ഇട്ടതിന് ശേഷം എന്ത് കൊടുക്കണം? Ctrl 1 അല്ലേ, ഇവിടെ ഈ ഭാഗത്ത് 1, 1.15, 1.5, 2, 2.5, 3 ഇത്രയും കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതിൻ്റെ ഷോർട്ട് കട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. Ctrl 1 എന്താണ് സിംഗിൾ ആയിട്ടുള്ളത്. Ctrl 5 1.5 ആണ്. Ctrl 2 എന്താണ് ഡബിൾ അല്ലേ, ഡബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് Ctrl 1 പ്രസ് ചെയ്യുക. ഞാൻ ഷോർട്ട് കട്ട് പറഞ്ഞതാണ്. ഇതാണ് 1 എന്ന് പറയുന്നത് കണ്ടോ. നെക്സ്റ്റ് റിമൂവ്, ഏറ്റവും അടിയിലേക്ക് വരിക. റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താവും? കണ്ടോ, ടൈറ്റായി അല്ലേ. അപ്പോൾ 1 കിടന്നത് കാര്യമില്ല, 1 മാത്രം ഇട്ടിട്ട് കാര്യമില്ല. എന്താണ്? റിമൂവ് സ്പേസിന് ഏറ്റവും അടിയിൽ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്യണം. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതായിട്ട് ഒരു ലൈനാണ് വന്നിട്ടുള്ളത്. ഒരു ലൈൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ആ ലൈൻ വരയ്ക്കുന്നേക്കാൾ മുൻപ് വേറൊരു കാര്യം പറഞ്ഞുതരാം. ലൈനുകളോ അല്ലെങ്കിൽ ബോക്സുകളോ എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. എറർ മെസ്സേജ് വരാതിരിക്കാനാണ് അത് ചെയ്യേണ്ടത്. എൻ്റർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കുക? മറ്റുള്ളത് ടൈപ്പ് വെറുതെ വരച്ചാൽ മതി, ഏറ്റവും ലാസ്റ്റ് വരച്ചാൽ മതി. അപ്പോൾ ഒന്ന് എൻ്റർ ചെയ്തതിന് ശേഷം അടുത്തതുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ Ctrl E എന്ന് പറഞ്ഞാൽ സെൻറ്റർ അല്ലേ, ഇത് സെൻറ്ററിലാണ് കഴ്സർ ഇരിക്കുന്നത്. Ctrl L അടിക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് പോയി, Ctrl R ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് പോയി, Ctrl E ക്ലിക്ക് ചെയ്യുമ്പോൾ സെൻറ്റർ വന്നു, Ctrl L ക്ലിക്ക് ചെയ്തപ്പോൾ ലെഫ്റ്റിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് സംഭവം കണ്ടോ, ഇത് 4 കണ്ടോ, ഇത് 4ാമത്തെ അല്ല, ലെഫ്റ്റ് സെൻറ്റർ റൈറ്റ്, ഇതെൻ്റെ ഷോർട്ട് കട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് അടുത്ത പാരഗ്രാഫായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 1 2 3 4 5 കണ്ടോ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ഇങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. എന്തായിക്കോട്ടെ, ഇതുപോലെ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. കുറച്ച് നേരമുള്ളൂ, നമുക്ക് സ്പീഡായിട്ട് നമുക്ക് ചെയ്യണം, കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. ഇപ്പോൾ 2 ലൈൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു, ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് കുറച്ച് നമുക്ക് വരയ്ക്കാനുണ്ട്, പിന്നെ ഒരു ബോക്സും കൂടിയും കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഗ്യാപ്പ് ഇട്ടാലും മറക്കരുത് കേട്ടോ, അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇനിയുള്ളത് ടേബിളാണ് അല്ലേ. ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻസെർട്ട് എടുക്കുക അല്ലേ, ഇൻസെർട്ടിൽ ടേബിൾ എടുക്കുക. ഈ ടേബിൾ നമ്മൾ എണ്ണി നോക്കുക. 1 2 3 4 5 6 ആയിരിക്കും അല്ലേ. അപ്പോൾ 1 2 3 4 5 6 കോളംസ് ഉണ്ട് അല്ലേ. കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇത്രയും എടുക്കാം. ഡെലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡെലീറ്റ് ചെയ്യാമല്ലോ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സീരിയൽ നമ്പറാണ് ഈ ഫസ്റ്റത്തെ കോളത്തിൽ വന്നിരിക്കുന്നത്. ഇത് കുറച്ചും കൂടി വിട്ട് കൂടുതലുണ്ട്, അത് നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ സീരിയൽ നമ്പർ കണ്ടോ, സീരിയൽ നമ്പർ കഴിഞ്ഞിട്ട് ഡൗൺ ഏരോ ക്ലിക്ക് ചെയ്യുക. ഡൗൺ ഏരോ മീൻസ് അറിയാലോ, കീബോർഡിൽ ഡൗൺ ഏരോ 1, ഡൗൺ ഏരോ 2 3 4. അപ്പോൾ 4 പുറത്താണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു സെല്ലും കൂടി നമുക്ക് വേണം, അല്ലെങ്കിൽ ഒരു സെല്ലിന് ഒരു റോ വേണം അല്ലേ. ഒരു റോ വേണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് കണ്ടോ, ഇവിടെ കഴ്സർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടാബ് ക്ലിക്ക് ചെയ്യുക കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും നമ്മൾക്ക് എന്ത് വേണം? നമുക്ക് ടാബ് വേണം, കോളം വേണമെങ്കിൽ, കോളമല്ലല്ലോ റോ അല്ലേ, ഇങ്ങനെ നേരെ പോകുന്നത്. ഇതുപോലെ നേരെ പോകുന്നതൊക്കെ റോയും ഈ താഴത്തോട്ട് വരുന്ന കോളമാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയും നമുക്ക് റോ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും ലാസ്റ്റ് സെല്ലിൽ കൊണ്ടുവച്ചതിന് ശേഷം ടാബ് പ്രസ് ചെയ്യുക, എന്നാണ് ടാബ്. ഇത് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്തു. അതിനുശേഷം കോഡ് നമ്പറാണ്, അതാണ് കോഡ് നമ്പർ. കോഡ് നമ്പർ ക്ലിക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ ബ്രാക്കറ്റിൽ 1 എന്ന് ക്ലോസ് ചെയ്തു അല്ലേ. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ഇവിടെ നോക്കൂ, ഇവിടെ കൺസ്ട്രക്ഷൻസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, കൺസ്ട്രക്ഷൻ വുഡൻ ഗാലറി ടു കീപ്പ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും കേട്ടോ. ജസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നതാണ്.
അല്ലാതെ ഒരു അർത്ഥമുള്ള വാക്കുകളൊന്നുമല്ല. ഗാലറി, ടു കീപ്പ് ഫൂട്ട് വെയർ. ഓക്കെ, ഇതാണ് അതിൻ്റെ വേർഡ്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ എല്ലാ ഇതും നോക്കൂ. വേറൊരു കാര്യമുണ്ട്, സൈസ് കൂടി ഞാൻ പറഞ്ഞു തരാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇതിൻ്റെ വേണമെങ്കിൽ ഒരു 20 കൊടുത്തോളൂ. ഇത്തിരി കൂടി വലിപ്പം ഉണ്ടാവും അല്ലേ? അപ്പോൾ അതൊരു 20 കൊടുത്തോളൂ. 20 അല്ലെങ്കിൽ 16 കൊടുത്താലും മതി, കുഴപ്പമില്ല. എന്താണ് 16 20? ഓക്കെ, അത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ 16 കൊടുത്തിരിക്കുന്നത്. ബോൾഡ് ആക്കിയിട്ടു അല്ലേ? ഇതുപോലെ ബോൾഡൊക്കെ ആക്കിയിടണം കേട്ടോ, നല്ല ഭംഗിയിൽ, എന്നാലേ നമുക്ക് മാർക്ക് വീഴുള്ളൂ. അതുപോലെ തന്നെ എന്താണ് ഈ ടേബിളിൻ്റെ ഉള്ളിൽ അല്ലേ, ടേബിളിൻ്റെ ഉള്ളിൽ നമ്മൾ ഉള്ള സൈസ് എന്ന് പറയുന്നത് 12 ടൈപ്പ് ചെയ്താൽ മതി. ഇതാണ് 12 സൈസ്. ബാക്കി എല്ലാതും 12 സൈസ് മതി. പാരഗ്രാഫും എന്ത് ചെയ്യണം? 12 സൈസിലാക്കിയിട്ടുള്ളൂ കണ്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ 12 സൈസിലാക്കിയിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ എന്ത് വേണം? ഇവിടെ ഈ അടുത്ത സെല്ലിൽ കൊണ്ടുവച്ചതിന് ശേഷം എന്ത് കൊടുക്കണം? ഇതുപോലെ തന്നെ വേറെ സെൻറ്റൻസ് ഉണ്ടാവും, അതും നിങ്ങൾ ടൈപ്പ് ചെയ്യുക കണ്ടോ. ഇതുപോലെ ടൈപ്പ് ചെയ്യുക. മൂന്നാമത്തെ സെല്ലിൽ നമുക്ക് വേണ്ടതുപോലെ ടൈപ്പ് ചെയ്യുക കണ്ടോ. ഇനി അടുത്തതും ഇങ്ങനതുപോലെ ചെയ്യുക. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ് അടുത്തത്? ഹെഡിങ് അല്ലേ? അടുത്ത ഹെഡിങ് ഏതാണ് നോക്കുക. QTY. ഇതാണ് QTY കഴിഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ 3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ആ സെല്ലിൽ തന്നെ അതിൻ്റെ തൊട്ടടിയിലേക്ക് പോകും. നേരെ അടിക്കുന്നേക്കാൾ നല്ലത് അടിയിലേക്ക് ഓരോ കുളത്തിലേക്കുള്ളത് ടൈപ്പ് ചെയ്ത് പോവുകയാണ് ഏറ്റവും നല്ലതാണ് എനിക്ക് തോന്നുന്നത്. 11 നമ്പർ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. 12 നമ്പർ ഇങ്ങനെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 13 നമ്പർ ഇങ്ങനെ കണ്ടോ. അതുപോലെ തൊട്ടടിയിലേക്ക് എല്ലാം ഫില്ല് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് പോരാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഫില്ലൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്യുക. വിഡ്ത്ത് കൂട്ടാനും കുറയ്ക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു കണ്ടോ. ഇവിടെ ഉള്ളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കണ്ടോ, ഈ ഹൊറിസോണ്ടൽ റൂളർ എന്നാണ് ഇതിനെ പറയുന്നത്. തൊട്ടടിയിലേക്ക് പോകുന്നത് ഈ ഭാഗത്തിന് വെർട്ടിക്കൽ റൂളർ. നേരെ പോകുന്നത് ഹൊറിസോണ്ടൽ, താഴത്തോട്ട് പോകുന്നതൊക്കെ വെർട്ടിക്കൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളിൽ കഴ്സർ വെച്ചതിന് ശേഷം ഇത് അഡ്ജസ്റ്റ് ചെയ്യുക കണ്ടോ. കോളം അഡ്ജസ്റ്റ് ചെയ്യുക കണ്ടോ. ഇതുപോലെ കോളം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ പഠിച്ചല്ലോ നിങ്ങൾ. നിങ്ങൾക്ക് തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു ക്ലാസ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഏതൊക്കെയാണ് തെറ്റ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ഫില്ല് ചെയ്യണം കേട്ടോ. ഞാനൊന്നും ഫില്ല് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് കാണിച്ച് തന്നിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ വിഡ്ത്ത് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം കേട്ടോ. ഈ കോളത്തിൻ്റെ മാത്രം, ഇതിൻ്റെ കോളത്തിൻ്റെ വിഡ്ത്ത് കുറയ്ക്കേണ്ട കാര്യമില്ല, കുറച്ച് വെച്ചു. ഇനി ഇത് കുറച്ച് കൂട്ടി വയ്ക്കാം. ഇവിടെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഇതുപോലെ ഡ്രാഗ് ചെയ്യുക കണ്ടോ. ഡ്രാഗ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് വേണ്ട ഇതുപോലെ ചെയ്യുക. ഇതൊന്ന് കുറച്ചിട്ടുള്ളൂ. ഇത് ഫസ്റ്റത്തെ സീരിയൽ നമ്പർ അല്ലേ, അത്രയും വേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാവുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടേബിൾ നിറച്ച് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുക? അത് കഴിഞ്ഞു. ഇനി അടുത്തത് കുറച്ച് സിമ്പിളായിട്ട്, സിമ്പിൾ മീൻസ് കുറച്ച് ഇങ്ങനെ ഇതുണ്ടാവില്ലേ, ബുള്ളറ്റ്സുകളൊക്കെ കൊടുക്കുന്ന ഒരു 6-7 സെൻറ്റൻസ് ആയിട്ടാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. will be received by engineer. ഇങ്ങനെയൊക്കെ അടിച്ചു തന്നിരിക്കും. എൻ്റെ താഴത്തോട്ട് അടുത്ത വരി വേറെ കേട്ടോ, വേറെയാണ്. സബ്മിറ്റ് ടെൻഡർ ഫീസ് while submitting their bids. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എൻ്റർ ചെയ്യുക. അങ്ങനെ എൻ്റർ ചെയ്തതിന് ശേഷം 2 സെൻറ്റൻസ് ആണ് ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ 2 സെൻറ്റൻസ് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കണം? ബുള്ളറ്റ്സ് ക്ലിക്ക് ചെയ്യുക. എന്താണ്? ബുള്ളറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ബുള്ളറ്റ്സ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബുള്ളറ്റ്സ് ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതുപോലെ ഓരോ സെൻറ്റൻസ് ടൈപ്പ് ചെയ്യുക. ഇതുപോലെ. ഇനി തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, അത് മറക്കരുത്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അല്ലേ. ലൈൻ വരയ്ക്കാനായിട്ട് ഇൻസെർട്ടിൽ തന്നെ എടുക്കുക. ഇൻസെർട്ടിൽ നിന്ന് ഷേപ്സ് ടൂളാണെന്നത് ഷേപ്സ്. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ഇവിടെ ഈ ഫസ്റ്റ് ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ലൈൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇനിയാണ് എന്ത് വരുന്നത്? ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അതെ, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡ്രാഗ് ചെയ്യുക. എന്താണ്? ഡ്രാഗ് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക കണ്ടോ. ഇതുപോലെ നമുക്ക് ലൈൻ ആയിട്ട് വന്നിട്ടുണ്ടാവും കണ്ടോ. ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ലൈൻ വരയ്ക്കുന്നത്. നെക്സ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കണം? ഇൻസെർട്ട് എടുത്തിട്ട് ഷേപ്സ് വീണ്ടും എന്ത് കൊടുക്കണം? ഒരു ഏതാണോ ഷേപ്സ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഷേപ്സ് കാണുന്നുണ്ടെങ്കിൽ ആ ഷേപ്സ് തന്നെ എടുത്തോളൂ. ക്ലിക്ക് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുക.
വരയ്ക്കുമ്പോൾ നിങ്ങൾ മാറ്റി ഇങ്ങനെ നീളത്തിലൊന്നും വരയ്ക്കാൻ പാടില്ല. അതെന്ത് ചെയ്യണം, ഇതുപോലെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കാനും വലുതാക്കാനൊക്കെ പറ്റും കേട്ടോ. ഇതുപോലെ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇത് കണ്ടോ സെലക്ട് ചെയ്യുക, കണ്ടോ സെലക്ട് ചെയ്യുക, ഇതുപോലെ സെലക്ട് ചെയ്യുക കേട്ടോ, ഇതേപോലെ ഡ്രാഗ് ചെയ്യുക, അതുപോലെ വിട്ട് കൂട്ടുക, അതൊക്കെ പറ്റും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും ലാസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത് വരയാണല്ലോ. അപ്പോൾ അത് നമുക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇനി ഈ ലൈൻ കുറച്ചുകൂടി പൊങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വെറുതെ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം അപ്പേരോ ക്ലിക്ക് ചെയ്യുക, കീബോർഡിൽ അപ്പേരോ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അത്രയും ഡിസ്റ്റൻസിൽ വന്നു. ഇനി എന്താ ചെയ്യേണ്ടത്, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് കൊടുക്കുക. ആഡ് ടെക്സ്റ്റ് കൊടുത്താലേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ കേട്ടോ, ഇതുപോലെ ചെയ്യാൻ പറ്റും. അതിനുശേഷം കൺട്രോൾ ഇ കൊടുക്കുക കേട്ടോ, സെൻറ്ററായിട്ട് വന്നു. ഇനി ഏറ്റവും അടിയിൽ വീണ്ടും ഉണ്ട് കേട്ടോ, വീണ്ടും വന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങളുണ്ട്. അത് ഷേപ്സ് ടൂൾ തന്നെയാണ്. ഇവിടെ ഒരു ഷേപ്സ് ടൂൾ എടുത്തിടുക, ഇവിടെ ഒരു ഷേപ്സ് ടൂൾ എടുത്തിടുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് സിമ്പലുണ്ട്. അത് ഏതുമായിക്കോട്ടെ, ഏത് സിമ്പലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്, എടുത്തിടാവുന്നതാണ്. അപ്പോൾ സിമ്പൽ തപ്പി പോകരുത്, ടൈം ഉണ്ടാവില്ല. ഓക്കെ, ആകെ 20 മിനിറ്റ് ഉള്ളൂ. ഫസ്റ്റ് തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് പോന്നോളൂ. ലാസ്റ്റ് സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ നടക്കണ കാര്യമല്ല. ഓക്കെ, ലോവറിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്, ലോവറിൻ്റെ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി തെറ്റ് പറ്റുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്, തെറ്റ് പറ്റുന്ന കാര്യം കേട്ടോ. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഓരോ ടൂൾസും നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, തെറ്റ് പറ്റുന്ന കാര്യം എന്താണ്, ഇൻസർട്ടിൽ നിന്ന് ഷേപ്സ് വരച്ചെടുക്കുമ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത് കേട്ടോ. ഏത് സിമ്പിൾസാണ് നമുക്ക് ടഫായിട്ടുള്ളത് അല്ലേ. സിമ്പിൾസ് മീൻസ് ഞാൻ പറഞ്ഞുതരാം. ഒരു സിമ്പലുണ്ട്. ഇപ്പോൾ ഷേപ്സ് ടൂൾസിൽ എന്താണ് ഷേപ്പുകളാണ് കൂടുതലും ചോദിക്കുന്നത്. അതില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ അത് നോക്കിയിരിക്കാതെ വേറെ ഏതെങ്കിലും ഷേപ്സ് ടൂൾ ഇട്ടിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ എന്താണ് ഏതെങ്കിലും ഒരു ടൂൾ ഞാൻ എടുത്തിട്ടു. ഇതാണ് ബ്ലേഡ് പോലത്തെയാണ്. ഇതാണ് ഒരു ഷേപ്സ് ടൂൾസ് വിചാരിക്കാം. ഫസ്റ്റ് ആണ് ഷേപ്സ് ടൂൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. ഫസ്റ്റ് ചിലപ്പോൾ ഇതുപോലെ ഒരു ഷേപ്സ് ടൂൾ തന്നിട്ടുണ്ടാവും, അതിനുള്ളിൽ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്തിട്ട് ഗ്യാപ്പ് ഇടുക. എന്താണ് എൻ്റർ ചെയ്തിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ ടൈപ്പ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കുറച്ച് നേരം ടൈപ്പ് ചെയ്യേണ്ട. പാരഗ്രാഫ് ആയിരിക്കും ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം എന്താണത്, എറർ മെസ്സേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഫുൾ സ്റ്റോപ്പ്, ഒരു പാരഗ്രാഫായിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, അതിൻ്റെ മുകളിലായിട്ട് നോക്കൂട്ടോ, ഇതിൻ്റെ മുകളിലായിട്ട് എന്ത് കൊടുക്കണം, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് കൊടുത്താൽ മതി, ഷേപ്സ് ടൂൾ വരച്ചാൽ മതി. ഇൻസെർട്ട് എടുത്തു, ഷേപ്സ് എടുത്തതിന് ശേഷം എന്ത് കൊടുത്തു, ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഒരു ഷേപ്സ് എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു എറർ മെസ്സേജും വരില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവില്ല. ഇത് ഷേപ്സ് ടൂൾ മൂവ് ആകും, പക്ഷെ താഴത്തോട്ടോ എൻ്റർ ചെയ്യുമ്പോഴൊക്കെ വരും. അപ്പോൾ അത് ഇത് തെറ്റ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ടത്. ഏത് പരീക്ഷയ്ക്ക്, ഇപ്പോൾ നാളത്തെ പരീക്ഷകൾക്ക് ചെയ്യേണ്ടത്. ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഫസ്റ്റ് ഷേപ്സ് ടൂൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുക. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. നിങ്ങൾ ഫസ്റ്റ് ഷേപ്സ് ടൂൾ ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എറർ മെസ്സേജ് വരാം. എങ്ങനെ വരാം നോക്കാം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. കണ്ടോ, ഇതേപോലെ ഷേപ്സ് ടൂൾ ഇട്ടു. അത് കഴിഞ്ഞ ശേഷം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ കഴ്സർ ഇങ്ങനെ തന്നെ വരുന്നു കേട്ടോ, ഇങ്ങനെ വരുന്നുണ്ട്. അതല്ല, ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട്, അതുകൊണ്ടാണ്. ഇപ്പോൾ നോക്കി, ഇതുപോലെ ഈ ഷേപ്സ് ടൂളും കൂടി ഇങ്ങനെ എൻ്റർ ചെയ്ത് വരാം കേട്ടോ. ഇങ്ങനെ താഴത്തോട്ട് പോകും. എൻ്റർ ചെയ്യുമ്പോൾ താഴത്തോട്ട് ഇങ്ങനെ പോകും കണ്ടോ. അങ്ങനെ താഴത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം പോകും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വരുമ്പോൾ കണ്ടോ, ഇതുപോലെ നീക്കിയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ടൈം പോകും. അപ്പോൾ എന്താണ്, ഫസ്റ്റ് നമ്മൾ ഷേപ്സ് ടൂളിൽ തൊടണ്ട. ഓക്കെ, അപ്പോൾ ഗ്യാപ്പ് ഇട്ടിട്ട് ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി വേറെ തെറ്റ് വരുന്നത് ഇൻസെർട്ട് എടുക്കുക, എന്താണ് ടേബിൾസ് എടുക്കുക. ടേബിളിൽ പ്രത്യേകിച്ചും പറയാനുള്ള കാര്യം എത്ര കോളം വേണം, എത്ര റോ വേണം അല്ലേ. എത്ര വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. ഡെലിറ്റ് ചെയ്താൽ മതി, നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഡെലിറ്റ് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ഉള്ളിലുള്ള പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ, കുറേ കുട്ടികൾക്ക് അറിയില്ല, പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടുത്തെ റൂളർ പോകും. ഉള്ളിൽ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ ആ റൂളർ വരും കണ്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് വിട്ടുകൾ കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണത് കണ്ടോ. ഇതുപോലെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇവിടെ കണ്ടത് ഈ കോർണറിൽ, ഇവിടെ ടേബിളിൻ്റെ ഈ കോർണറിൽ വെച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യാം, ഡ്രാഗ് ചെയ്യാം കണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്താണ് വിട്ട് കൂട്ടും കുറയ്ക്കുന്നതും പിന്നെ ഹൈറ്റ് കൂട്ടുന്നത് കുറയ്ക്കുന്നത്. ഹൈറ്റ് ഇതേത് ഇവിടെയാണ് കേട്ടോ. എവിടെ ഈ ഭാഗത്ത് ഇവിടെ ഒരു വര പോലെ പ്ലസ് പോലെ വരുന്നുണ്ട് കണ്ടോ. ഇതുപോലെ അങ്ങനെ ചെയ്യാം. അങ്ങനെ വലിച്ചാലും ഇങ്ങനെ താഴത്തോട്ട് മൂവ് ചെയ്യാം, അതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലാണ് കഴ്സർ ഇരിക്കുന്നതെങ്കിൽ ഡെലിറ്റ് പ്രസ് ചെയ്യാം. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ അത് ഡ്രാഗ് ചെയ്ത കാരണമാണ് ഇത് കിട്ടാത്തത് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് കൺട്രോൾ കൊടുത്ത് ഡെലിറ്റ് കൊടുത്തോട്ടെ.
ഇൻസെർട്ട് എടുക്കുക, അതിനുശേഷം എന്ത് കൊടുക്കണം, ടേബിൾ എടുക്കുക, ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം എന്ത് കൊടുക്കണം, ജസ്റ്റ് ഒന്ന് നമ്മൾ ഡ്രാഗ് ചെയ്തു, കണ്ടോ, ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കൂടി അല്ലേ. ഇനി നെക്സ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ഉള്ളിലേക്ക് കണ്ടോ ഇതുപോലെ വരയ്ക്കണം, കണ്ടോ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ചെയ്യണം കേട്ടോ, എന്നാലാണ് അതെന്താവുള്ളൂ, അത് നമുക്ക് അവിടെ നിന്ന് എൻട്രി ഉണ്ടോ ഇതുപോലെ ഡ്രാഗ് ചെയ്യണം കേട്ടോ, കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്യണം എന്നാലേ വരുള്ളൂ. ഇനി ഒന്നും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യണം കേട്ടോ, ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റും. അപ്പോൾ വിട്ട് കൂട്ടുന്നതും ഹൈറ്റ് കുറയ്ക്കുന്നതും കൂട്ടുന്നതും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത്, അടുത്തതായിട്ട് ഒരു ഷേപ്പ് സ്റ്റൂൾ അല്ലേ. ഷേപ്പ് സ്റ്റൂളിൽ വേറൊരു കാര്യമുണ്ട്, കുറച്ച് സിമ്പിൾസ് വരാം. സിമ്പിൾസ് വരുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. സിമ്പിൾസ് നിങ്ങൾ തപ്പിപ്പോകണ്ട, ഒരു ഷേപ്പ് സ്റ്റൂൾ ഇട്ടു, അതിൻ്റെ റൈറ്റ് അടിച്ചിട്ട് ആഡ് കൊടുത്തു അല്ലേ, ആഡ് ടെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് ഇൻസെർട്ട് കൊടുത്തതിന് ശേഷം ഇത് കൊടുത്തു സിമ്പിൾ, ഏറ്റവും ലാസ്റ്റ് കണ്ട സിമ്പിൾ. ഇതിൽ കുറേ സിമ്പിൾസ് ഉണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, സിമ്പിളിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, മോർ സിമ്പിൾസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറേ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ, കുറേ കാര്യങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടൂളാണ് ഏത് സിമ്പിൾ ആയിക്കോട്ടെ ഇതിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തിരഞ്ഞെടുക്കാൻ വളരെ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിൽ നിന്ന് ആ സിമ്പിൾ തന്നെ എടുക്കാനായിട്ട്, വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാതെ ഏതെങ്കിലും നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും സിമ്പിൾസ് എടുത്തിടുക. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ടു, ഇൻസെർട്ട് കൊടുത്തു, അത് കഴിഞ്ഞ ശേഷം ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ടു ഇൻസെർട്ട് കൊടുത്തു. ഇങ്ങനെ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക കണ്ടോ. അപ്പോൾ എത്ര സിമ്പിൾ വന്നു. അപ്പോൾ എന്താണ് സിമ്പിൾസ് നമ്മൾ നോക്കി ഇരിക്കാതെ ഇതുപോലെ ഏതെങ്കിലും എടുത്തിട്ടതിന് ശേഷം എന്ത് കൊടുക്കുക, കൺട്രോൾ ഇ കൊടുക്കുക. എന്താണ് കൺട്രോൾ ഇ, സെൻറ്റർ. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നന്നായിട്ട് പരീക്ഷ എഴുതണം. ഇതിൽ ഓവറിൻ്റെ കാര്യമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.